ഓടിവായോ സീസൺ 2 മാത്യു സാമുവൽ എന്ന മാർപ്പാപ്പയുടെ മരണത്തെ ഉപയോഗിച്ച് പോലും മുസ്ലിങ്ങൾക്കെതിരെ വിരോധം പറഞ്ഞിരുന്ന ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന വ്യക്തിയുടെ മാറ്റവും അദ്ദേഹത്തിന്റെ ചാട്ടവും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ കാരണം ഇപ്പോ അദ്ദേഹം പറയുന്നത് ബജറംഗ് ദൾ ഒരു തീവ്രവാദ സംഘടനയാണ്, അതിനെ അമേരിക്ക ഇടപെട്ട് ബാൻ ചെയ്ത് കളയും, RSSനെ അടക്കമുള്ള പല നേതാക്കൾക്കും അമേരിക്ക ബാൻ ഏർപ്പെടുത്തും, BJPയെ അമേരിക്ക പിളർത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളൊന്ന് കേൾക്കാം, എന്നിട്ട് ആ കാഴ്ചപ്പാടുകളിലെ സത്യവും മിഥ്യയും തെള്ളും തെള്ളല്ലാത്ത കാര്യങ്ങൾ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. അതായത് ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെ ഇവിടുത്തെ ബജറാങ് ദൾ ഒരു അറ്റാക്ക് ചെയ്യുന്നു, വേണമെങ്കിൽ ബജറാങ് ദളിനെ ബാൻ ചെയ്ത് കളയും. കാരണം 2018 അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ CIAയുടെ ലിസ്റ്റിൽ വന്ന് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒക്കെ കാലെ പിടിച്ചിട്ടാണ് അവരുടെ പേര് അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയത്. CIAയുടെ തീവ്രവാദ ലിസ്റ്റിൽ ബജറംഗിന്റെ പേര് വന്നു എന്നാണ് മാത്യു സാമുവൽ പറയുന്നത്. ഇതൊന്നും എന്റെ വാക്കുകളല്ല, മാത്യു സാമുവലിന്റെ വാക്കുകളാണ് കേട്ടോ. ഞാൻ വളരെ ആലോചിച്ച വാക്കുകൾ പ്രയോഗിക്കാറുള്ളൂ. ഞാൻ പലപ്പോഴും എക്സ്ട്രീം, അതായത് ഭീകരവാദത്തിൽ നേരിട്ട് പങ്കെടുത്ത സംഘടനകളെ അല്ലാതെ ടെററെന്നോ എക്സ്ട്രീമെന്നോ വിളിക്കാറില്ല. ഗോഡ്സെ തീവ്രവാദി എന്ന് യാതൊരു വടിയും കൂടാതെ വിളിക്കാറുണ്ട്. പക്ഷേ ബജറംഗ് ദളിനെ അടക്കം തീവ്ര ഹിന്ദുത്വവാദ സംഘടനയെന്നേ വിളിക്കാറുള്ളൂ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോ ഈ തീവ്രവാദി എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വാക്കാണ്. അപ്പൊ അദ്ദേഹം പണ്ട് അതിശക്തമായി ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാന്നും കൂടെ ഓർക്കണം. ഒന്നുകൂടെ കേൾക്കാം. പ്രധാനമന്ത്രി ഒക്കെ കാലെ പിടിച്ചിട്ടാണ് അവരുടെ പേര് അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റിന്റെ കാല് പിടിച്ചിട്ടാണ് മാറ്റിയെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഇദ്ദേഹം പറയുന്നതാണ്. ഇദ്ദേഹം പറയുന്നതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ ഒരു ടേൺ കാണിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഇഷ്യൂ ഉണ്ടാക്കും. അതായത് ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെ ഇവിടുത്തെ ബജറാങ് ദൾ ഒരു അറ്റാക്ക് ചെയ്യുന്നു, വേണമെങ്കിൽ ബജറാങ് ദളിനെ ബാൻ ചെയ്ത് കളയും. കാരണം 2018 അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ CIAയുടെ ലിസ്റ്റിൽ വന്ന് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒക്കെ കാലെ പിടിച്ചിട്ടാണ് അവരുടെ പേര് അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയത്. കാരണം 2018 ജൂണിലാണ് അവരുടെ പേര് വന്നത്. ഒരു റിലീജിയസ് ടെറർ ഓർഗനൈസേഷൻ ആണെന്ന്. വരാനുള്ള ദിവസങ്ങൾ ഉണ്ടാക്കി മാത്യു സാമുവലിനെ വളരെ ആദരിക്കുന്ന ആരാധിക്കുന്ന സംഘപരിവാറിലെ സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ. പോകുന്നത് ഈ ബജറാങ് ദളിന്റെ പേര് ഈ CIAയുടെ ടെറർ ലിസ്റ്റിൽ കയറി വരും. വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള RSS BJP നേതാക്കളെ ബാൻ ചെയ്താണ്. അതായത് തീവ്രവാദ പ്രസ്ഥാനം പോലും അല്ല, ഭീകരവാദ പ്രസ്ഥാനം എന്നാ പറയുന്നത്. ഇതൊക്കെ അതായത് മാത്യു സാമുവലിന്റെ മാറ്റമാണ്. ബജറംഗ് ദളിനെ നമ്മൾ മലയാളത്തില് തീവ്രവാദം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസം, ഭീകരവാദം എന്ന് പറഞ്ഞാൽ ടെററിസം. അപ്പോ ഭീകരവാദം എന്നാണ്, ടെറർ പ്രസ്ഥാനങ്ങൾ എന്നാ പറയുന്നത്. സംഭവം അതിന്റെ പിച്ചങ്ങ് മാറും. ഇതാണ് ഞാൻ പറയുന്നത്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അൺപ്രഡിക്റ്റബിൾ ആണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അതായത് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അവർ ചിന്തിക്കുന്നത്. ആ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് ഇന്ത്യയിൽ പലതും ചെയ്യാൻ സാധിക്കും. ഈ BJPയെ തന്നെ പിളർത്താൻ അവരെ കൊണ്ട് കഴിയും. ടേക്ക് ഇറ്റ് ഫ്രം മീ. കാരണം എനിക്ക് പല ഇൻഫർമേഷൻസും ഉണ്ട്. എങ്ങനെയാണ് BJPയുടെ RSSന്റെ ഒക്കെ പല നേതാക്കളും എങ്ങനെയാണ് അമേരിക്കയുമായിട്ട് വെൽ കണക്റ്റഡ് ആയത്. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ പല സർക്കിളിലും പറഞ്ഞു കേൾക്കുന്ന പല കഥകളുണ്ട്. അതെല്ലാം ഇപ്പം ശരിയാകുന്ന രീതിയിലോട്ടാണ് പോകുന്നത്. അതായത് വരാനുള്ള ദിവസങ്ങളിൽ മോദിയുടെ ആണെങ്കിലും BJPയുടെ ആണെങ്കിലും ഇവിടെ നിലനിൽക്കുന്ന മന്ത്രിസഭയുടെ അതിന് ഭയങ്കര പൊട്ടൻഷ്യൽ ത്രട്ട് ഉണ്ടാകാൻ പോവുകയാണ്. പല രീതിയിൽ ഇവര് കയറി കളിക്കും. ഇവര് ചൈനയെ വരെ വെച്ച് കളിക്കും, പുട്ടിനെ വരെ വെച്ച് കളിക്കും. ആലോചിച്ചോളൂ. ഈ പുട്ടിനും ഒക്കെ ഈ വ്ളാദിമിർ പുടിൻ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പറച്ചിലൊക്കെ ഉള്ളൂ. എൻഡ് ഓഫ് ദ ഡേ ഇവയാളൊക്കെ അമേരിക്കയുടെ കാലെ പിടിക്കും. കാരണം ലോക രാജ്യങ്ങൾ മുഴുവനുമായിട്ട് അമേരിക്കയ്ക്ക് ഒരു വിശുദ്ധമല്ല, ഒരു അൺഹോളി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വളരെ വിസിബിൾ ആണ്. അത് കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നതാണ് ഭൂലോക മണ്ടത്തരം. അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളത് പോലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന പൊളിറ്റിക്കൽ ചേഞ്ച് വളരെ വിസിബിൾ ആയിട്ട് 1-2 എപ്പിസോഡ് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പറയുന്ന ജയ്ദീപ് ധങ്കർ വൈസ് പ്രസിഡന്റ് പത്രസമ്മേളനം വരാൻ പോകുന്ന ദിവസങ്ങൾ ഉണ്ടാകുന്ന പൊട്ടിത്തെറി ഉണ്ടാകാൻ പോവുകയാണ്. അതിന്റെ തെളിവാണ് ഈ ബ്ലൂംബർഗുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളും എന്തൊക്കെയാണ് ഇഷ്യൂ. അതായത് ഇന്ത്യ ഗവൺമെന്റിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഈ ടാരിഫും ഗീരിഫും ഒന്നുമല്ല പ്രശ്നം, ട്രംപിന്റെ ഉടക്ക് തന്നെയാണ് പ്രശ്നം. അതായത്
ഈ ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇതാണ് അദ്ദേഹത്തിന്റെ തിയറി. രണ്ടാമത്തെ പ്രശ്നം, അമേരിക്ക ഏകദേശം $1 ട്രില്യൺ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹ്യൂജ് എമൗണ്ട് ആണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിയാണോ എന്ന് അറിയില്ല, അദ്ദേഹം പറയുന്നതാണ്. എന്നാലും അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇതല്ലേ, കുറച്ചുകൂടെ കേട്ടിട്ട് നോക്കും എന്ത് ചെയ്യാം. ടെക്കാണെങ്കിൽ അതിനെ അനുകൂലിക്കാത്ത ഒരാളെ പോലും അവർ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. മൾട്ടിപ്പിൾ ഗെയിമാണ് അവർ ആ രീതിയിൽ അവർ ചെയ്യത്തുള്ളൂ. ഇത് ലോകത്തെല്ലാം അവർ ഈ പണി പഠിച്ചിട്ടുണ്ട്, അവർ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അതിന്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. ഇന്ത്യയിൽ അത് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ സംഭവമുള്ളൂ. 240 സീറ്റുമായിട്ട് നിൽക്കുന്ന BJPക്ക് ഈ പറയുന്ന 2 ഘടകകക്ഷികളുടെ സപ്പോർട്ടോടു കൂടിയാണ് നിലനിൽക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ബീഹാർ ഇലക്ഷൻ വളരെ ക്രൂഷ്യൽ ആയിരിക്കും ഇന്ത്യയിൽ. അത് സത്യമാണ്. ഇനി വരാനുള്ള ദിവസം ഞാൻ ഇതിനെപ്പറ്റി കൃത്യവും വ്യക്തവുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം അതായത് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും ഉടക്കി. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് രാജിവെച്ചത്. അതിന്റെ ഭാഗമായി, അതായത് ഇപ്പോ നരേന്ദ്രമോദി വീക്കായി നിൽക്കുന്ന അവസ്ഥയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നരേന്ദ്രമോദിയെ ആക്രമിക്കുകയാണ്. BJPയെ പുലർത്താൻ നരേന്ദ്രമോദിക്ക് കഴിയും. ബജ്രംഗ് ദൾ ടെറർ ഓർഗനൈസേഷനാണ്. ഇങ്ങനെ പല കാര്യങ്ങളുമാണ് നമ്മുടെ മാത്യു സാമുവൽ പറഞ്ഞിരുന്നത്. ഏതിൽ നിന്നാണെന്നുള്ളതാണ് അതിന്റെ കൗതുകം. കുറച്ചു കാലം മുമ്പ് വരെ, അതായത് നമ്മൾ മോദിയുടെ ആൾക്കാരാണെന്നും ഈ തീവ്ര എന്താ പറയുക ഹിന്ദുത്വവും അദ്ദേഹമൊക്കെ പ്രതിദാനം ചെയ്ത തീവ്ര ക്രിസ്ത്യാനികളും ഒരുമിച്ചൊന്ന് മുസ്ലിങ്ങളെ അടിക്കുമെന്നും ബാക്കിയുള്ളവരെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞതിൽ നിന്ന് ഇപ്പൊ നേരെ മാറി നരേന്ദ്രമോദിയെ ആക്രമിക്കുന്ന ഒരു മാത്യു സാമുവലിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ കൗതുകമുള്ള കാര്യമാണ്. എങ്ങനെയൊക്കെ ഇത് മാറി വരും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും പറഞ്ഞാൽ ഒരു കാര്യം സത്യമാണ്, ബീഹാർ ഇലക്ഷൻ പ്രധാനമാണ്. അത് കാര്യം ആ ഇലക്ഷൻ മൊമെന്റം, നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി, രാജ്യത്തിന്റെ മൂഡ് എങ്ങോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളിലാണ്. അപ്പം കൗതുകമുള്ള ഈ കാര്യങ്ങൾ കാണാം. എന്തായാലും മാത്യു സാമുവലിന് വരുന്ന ആ ഒരു റിഫ്ലക്ഷൻ, എസ്പെഷ്യലി ഒരു ക്രിസ്ത്യൻ ഹാർഡ് ലൈൻ ഗ്രൂപ്പ്സ്, എല്ലാവരും ഹാർഡ് ലൈൻ ഗ്രൂപ്പ്സ് ഉണ്ട്. ഹിന്ദുക്കളിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്, മുസ്ലിങ്ങളിലുണ്ട്. ഒരു ക്രിസംഗീത വാക്യം ഉപയോഗിക്കുന്നില്ല, ഒരു തീവ്ര എന്താ പറയുക ക്രിസ്ത്യൻ ഹിന്ദുത്വവാദികൾ, തീവ്ര ക്രിസ്ത്യൻ ഹിന്ദുത്വവാദികളുടെ മനസ്സിലുള്ള ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ മാത്യു സാമുവലിന്റെ നിലപാടിൽ പലപ്പോഴും കാണാൻ കഴിയുന്നത്. അപ്പോൾ മാത്യു സാമുവലിന്റെ നിലപാടുകൾ ഭാവിയിൽ നമുക്കൊന്ന് പഠിക്കാം. ആ സെഗ്മെന്റിന്റെ മനസ്സ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ കന്യാസ്ത്രീമാരുടെ വിഷയത്തിന് ശേഷം മാത്യു സാമുവലിന്റെ ഒക്കെ സ്വരം അതിശക്തമായി മാറുന്നത് നമ്മൾ പലപ്പോഴും കാണുകയുണ്ടായി.